ചെറിയൊരു ഷോപ്പിംഗ് ഡേറ്റ് ആവാം അല്ലേ? ആലപ്പുഴ ചുടുകാടിലുള്ള മിസ്റ്റർ ടി വൈയിലേക്കാണ് ഇന്നത്തെ യാത്ര. ഇതൊരു ഫസ്റ്റ് ടൈം വിസിറ്റ് കൂടിയാണ് കേട്ടോ. ദേ ഞങ്ങൾ എത്തിക്കഴിഞ്ഞു. മഞ്ചാടി ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് ഷോപ്പിലേക്ക് കയറിയത്. അവിടുത്തെ സെൻറ്റർ അട്രാക്ഷൻ എന്ന് പറയുന്നത് ആ ഫ്ലവേഴ്സും ടെഡി ബേഴ്സും ആയിരുന്നു. ലോകത്താകമാനം 5000 സ്റ്റോറുകളാണ് മിസ്റ്റർ ഡി വൈക്ക് ഉള്ളത്. ഇവിടെ 10 കാറ്റഗറി ഐറ്റംസാണ് മെയിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. ഹാർഡ്വെയേഴ്സ്, ഹൗസ് ഹോൾഡ് ഐറ്റംസ്, ഫർണിഷിംഗ് ഐറ്റംസ്, കാർ ആക്സസറീസ്, ഗിഫ്റ്റ് ഐറ്റംസ്, മൊബൈൽ കമ്പ്യൂട്ടർ ആക്സസറീസ്, കോസ്മെറ്റിക്സ്, ടോയ്സ്, ജ്വല്ലറീസ്, അങ്ങനെ വെറൈറ്റി ഐറ്റംസ് ഒരുപാടുണ്ട്. എസ്തെറ്റിക്സ് മിറർ ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ്. സത്യത്തിൽ ആ വൈറൽ കണ്ണാടിയുടെ റീലിലാണ് ഞാൻ ഈ ഷോപ്പ് നോട്ടീസ് ചെയ്തത്. ഷോപ്പ് ആലപ്പുഴയിലാണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ സൂപ്പർ എക്സൈറ്റഡ് ആയി. നമുക്കിനി എറണാകുളം വരെയൊന്നും പോകണ്ടല്ലോ, തൊട്ടടുത്ത് ആലപ്പുഴയിലുള്ളപ്പോൾ. അടിപൊളി പിൻട്രസ്റ്റി ലുക്കുള്ള കൊറിയൻ ഇമ്പോർട്ടഡ് ഐറ്റംസ് ഇവിടെ അവൈലബിൾ ആണ്. സത്യത്തിൽ ഓരോ ഐറ്റംസ് നോക്കുമ്പോഴും എന്തെടുക്കണമെന്നുള്ള ഡൗട്ടിലായിരിക്കും നമ്മൾ. സമയം പോകുന്നത് പോലും അറിയുന്നില്ല. എല്ലാം ഒരു കുടക്കീഴിൽ എന്നൊക്കെ പറയാറില്ലേ, അതിനൊരു ഡെഫിനിഷൻ തന്നെയാണ് നമ്മുടെ ഈ ഷോപ്പ്. യൂട്യൂബിൽ കണ്ടുകൊണ്ടിരുന്ന പല കൊറിയൻ ഐറ്റംസും നേരിൽ കണ്ടതിൻ്റെ ത്രില്ലിലാണ് മഞ്ചാടി. ഷോപ്പിംഗ് എന്നത് വെറുമൊരു സാധനം വാങ്ങൽ മാത്രമല്ല, ഒരുമിച്ച് സമയം ചെലവഴിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് അല്ലേ? മനോഹരമായ ഓർമ്മകളുടെ ഒരു കൂടെ കൂട്ടലാണ് ഓരോ ഷോപ്പിംഗ്. ഹെയർ ബോസിൻ്റെ ഒരു ഹ്യൂജ് കളക്ഷൻ തന്നെയുണ്ട്. ചെറിയ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുന്നതിലെ സന്തോഷം അതൊരച്ഛനും അമ്മയ്ക്കും മാത്രമേ മനസ്സിലാകൂ എന്ന് പറയുന്നത് എത്ര വലിയ സത്യമാണല്ലേ. നമ്മുടെ ഏറ്റവും വലിയ സമ്പാദ്യം മക്കളുടെ ആ പുഞ്ചിരി തന്നെയാണ്. സത്യത്തിൽ ഇന്ന് നല്ലൊരു ദിവസമായിരുന്നു. മഞ്ചാടിയുടെ കുസൃതിയും ഷോപ്പിങ്ങിൻ്റെ ക്ഷീണവും എല്ലാം കൂടി ചേർന്നൊരു സുന്ദര സായാഹ്നം. ബാഗ്സിൻ്റെ സെക്ഷൻസ് ആണ് ഇവിടെ. കസ്റ്റമേഴ്സ് നീഡ്സ് അനുസരിച്ചിട്ടുള്ള ബാഗ്സ് ഇവിടെ അവൈലബിൾ ആണ്. മിനി ബാഗ് തൊട്ട് ലഗേജ് ബാഗ് വരെ ഇവിടെയുണ്ട്. അങ്ങനെ അച്ചായി തപ്പി ഞങ്ങൾ മുന്നോട്ട് പോവാട്ടോ. ഞങ്ങളിവിടെ എത്തിയപ്പോഴേക്കും ചേട്ടൻ കാർ ആക്സസറീസ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഞങ്ങളുടെ ഏരിയ അല്ലാത്തത് കൊണ്ട് ഞങ്ങൾ അവിടുന്ന് പയ്യെ സ്കിപ്പായി. മഞ്ചാടിയുടെ ഒരു കൊറിയൻ ലുക്ക് കണ്ടാലോ? എനിക്കിപ്പോൾ മേക്കപ്പ് ഐറ്റംസിനേക്കാൾ കിച്ചൺ ഐറ്റംസ് ആണ് കൂടുതൽ പ്രൈസ്. ഞാൻ അത് സെർച്ച് ചെയ്യുമായിരുന്നു. കുട്ടികളുടെ വെറൈറ്റീസ് ഓഫ് ബോട്ടിൽസ് ഇവിടെ അവൈലബിൾ ആണ്. ബോട്ടിൽസിന്റെ ഒരുപാട് കളക്ഷൻസ് ഇവിടെ ഉണ്ട്. ഇതൊരു ഹോം ഡെക്കറാണ്. കടലിലൂടെ പോകുന്ന ഒരു ഷിപ്പിന്റെ മൂവ്മെന്റ് എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഈ ഒരു ഡെക്കറിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് നമ്മുടെ ഈ ഷോപ്പിലുണ്ട്. ആലപ്പുഴ വരുമ്പോൾ ഒരിക്കലെങ്കിലും ഈ ഷോപ്പിൽ കയറാൻ മറക്കരുത്.
അങ്ങനെ ഒരു അടിപൊളി ഹാപ്പി ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് ഞങ്ങളത് പോവാണ്. ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് ആലപ്പുഴ ചുടുകാട് മാക്സിന് തൊട്ടടുത്ത് തന്നെ. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ഷോപ്പിംഗ് പ്ലസ് ഫുഡ് എന്നാണല്ലോ. മന്തി, ബിരിയാണി എന്നിവയെക്കാട്ടിയും എനിക്ക് ഏറ്റവും ഇഷ്ടം നല്ല പ്യുവർ വെജിറ്റേറിയൻ ഫുഡ്സാണ്. അങ്ങനെ നേരെ ഞങ്ങൾ പ്യുവർ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിലേക്കാണ് പോയത്. മോൾക്ക് പറ്റുന്ന കാര്യങ്ങൾ അവൾ സ്വന്തമായി ചെയ്യാറുണ്ട്. അതൊക്കെ കാണുമ്പോൾ ഉള്ളിൽ അവൾ വലുതാവുകയാണല്ലോ എന്ന സന്തോഷം കൂടിയുണ്ട്. സ്വന്തമായി ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും അവർ എത്ര ഹാപ്പിയാണല്ലേ. മഞ്ചാടി ഞങ്ങൾക്ക് ഗ്ലാസ് സപ്ലൈ ചെയ്യാം കേട്ടോ. നല്ല ട്രഡീഷണൽ ടച്ചുള്ള ഒരു കോപ്പറിൻ്റെ ഗ്ലാസ് ആയിരുന്നു. അകത്ത് സ്റ്റീലാട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. മഞ്ചാടി ഗീ റോസ്റ്റ് ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആൾക്ക് അകത്തെ മസാലയും കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല. ഞാൻ പിന്നെ ഒരു മസാല ദോശ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചേട്ടന് ചെട്ടിനാട് ദോശയായിരുന്നു. അത് ഇച്ചിരി വെറൈറ്റി ദോശയായിരുന്നു കേട്ടോ, പെപ്പറൊക്കെ ഇട്ടിട്ട്. ഞങ്ങൾ 3 പേരും ഉള്ള മൊമെൻറ്റ്സ് എനിക്ക് വളരെ പ്രീഷ്യസ് ആട്ടോ. മോളുടെ ഹാപ്പിനെസ്സും അവളുടെ എക്സൈറ്റ്മെൻറ്റും അവളുടെ ചെറിയ ചെറിയ വാശികളും കുറുമ്പുകളൊക്കെ. അപ്പോൾ ഇന്നത്തെ യാത്ര അവസാനിക്കുകയാണ്. പക്ഷേ ഈ ചിരിയും സന്തോഷവും എന്നും ഓർമ്മകളിൽ മായാതെ കിടക്കും. വീണ്ടും നല്ലൊരു ദിവസത്തിനായി കാത്തിരിക്കുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. സീ യു.